ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് രംഭാ തൃതീയയെക്കുറിച്ചാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും. രംഭാ തൃതീയ എന്താണ് എന്നുള്ളത് അറിയാൻ പാടില്ലാത്തവരും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു രംഭാ തൃതീയ അതിൻ്റെ കഥയും പറഞ്ഞു തരാം, അന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന പരിഹാരവും പറഞ്ഞു തരാം. നമ്മുടെ എന്തൊരാഗ്രഹം സാധിക്കാനും, വിവാഹം, വീട്, ധനം, കുട്ടികൾ, അതുപോലെ തന്നെ എന്തൊരു കാര്യമാണ് എന്നുണ്ടെങ്കിലും അത് സാധിക്കാൻ വേണ്ടി വളരെയധികം അസുലഭമായിട്ടുള്ളൊരു ദിവസമാണ് ഈ ഒരു രംഭാ തൃതീയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു രംഭാ തൃതീയയുടെ കഥ എന്ന് പറയാം. എല്ലാവർക്കും അറിയാം, ഈ രംഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വർഗ്ഗലോകത്തിൽ ഇന്ദ്രഭഗവാന്റെ കൊട്ടാരത്തിൽ നർത്തകിയായിരുന്നു രംഭ എന്ന് പറയുന്നത്. 66,000 അപ്സരസുകൾ ഇന്ദ്രലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഈ അപ്സരസുകളെയെല്ലാം മേൽനോട്ടം വഹിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് 5 പ്രധാനപ്പെട്ട നർത്തകികളായിരുന്നു. അതായത് രംഭ, മേനക, തിലോത്തമ തുടങ്ങിയ 5 പേർ ഒരിക്കൽ ഒരു നൃത്തത്തിലൊരു മത്സരം വെച്ചു. അപ്പം ഈ ബാക്കിയുള്ള 4 പേർക്കും അറിയാം രംഭയെ ഒരിക്കലും തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളത്. അങ്ങനെ അവർ എന്തു ചെയ്തു? ചതിയിലൂടെ രംഭയെ തോൽപ്പിക്കാമെന്ന് തീരുമാനിച്ചു. നൃത്തം ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേജ് അധികം ബലമൊന്നുമില്ലാതെ പണിതിട്ട് അത് നശിച്ച് താഴെ വീഴാനും അതുവഴി രംഭയ്ക്ക് നന്നായി ഡാൻസ് കളിക്കാൻ പറ്റാതെ രംഭ ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു കാര്യത്തിൽ ഈ 4 പേരും കൂടിയിട്ട് ചതിയിലൂടെ രംഭയെ വീഴ്ത്താനായിട്ട് ശ്രമിച്ചു. അങ്ങനെ എല്ലാവരും വന്നിരുന്നു. ഇന്ദ്രഭഗവാന്റെ മുൻപിൽ രംഭ നൃത്തമാടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റേജ് കുലുങ്ങാൻ തുടങ്ങി. സ്റ്റേജ് അപ്പം നല്ല ശക്തിയിലുള്ള നൃത്തമായിരുന്നത് കൊണ്ട് തന്നെ ആ സ്റ്റേജ് കുലുങ്ങുന്നതിനോടൊപ്പം തന്നെ ധരിച്ചിരുന്ന എല്ലാ ആഭരണങ്ങളും രംഭയിൽ നിന്ന് വേർപെട്ട് ആ സ്റ്റേജിലോട്ട് വീഴുവാനും മുൻപിലിരുന്നവരെല്ലാം കൈകൊട്ടി രംഭയെ കളിയാക്കുവാനും തുടങ്ങി. അങ്ങനെ തുടങ്ങിയ നൃത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വിഷമത്തോടുകൂടി രംഭ ആ സ്റ്റേജ് വിട്ട് ഇറങ്ങിപ്പോയി. അന്നത്തെ രാത്രി രംഭയ്ക്ക് ഉറങ്ങാൻ സാധിച്ചതേയില്ല. പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രഭഗവാൻ രംഭയെ കാണാൻ വന്നപ്പം രംഭ വളരെയധികം ക്രോധാകുലനായിട്ട് ഇന്ദ്രദേവനോട് ചോദിച്ചു, അത്രയും പേരെന്നെ കളിയാക്കുന്ന കണ്ടിട്ടും അങ്ങ് എതിർത്തൊരക്ഷരം പോലും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെയാണോ അങ്ങ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അഹങ്കാരിയും ദേഷ്യമുള്ള ഒരാളുമാണ്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, എനിക്കതിന് സാധിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കതിന് മനസ്സില്ലായിരുന്നു. ഇന്നു മുതൽ നിൻ്റെ സ്ഥാനം ഈ ഒരു ഇന്ദ്രലോകത്തിന് പുറത്താണ്, നീ ഈ ഭൂമിയിൽ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ രംഭയെ ശപിച്ചു. അങ്ങനെ രംഭ ഭൂലോകത്തിൽ വളരെയധികം വിഷമിച്ച് ഭൂലോകത്തിൽ വന്നു. ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന് ആലോചിച്ച് രംഭ നാരദരെ പോയി കണ്ടു. അങ്ങനെ കണ്ട സമയത്ത് നാരദർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നീ പോയി പാർവതി ദേവിയെ കാണൂ, ദേവി നിനക്കുള്ളൊരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ രംഭ പോയി പാർവതി ദേവിയെ കാണുകയും പാർവതി ദേവി പറഞ്ഞു, 21 ദിവസം ശിവഭഗവാനെയും എൻ്റെയും ഒരു രൂപം മഞ്ഞളിലുണ്ടാക്കി പൂജിച്ചാൽ തീർച്ചയായും 22ാമത്തെ ദിവസം നിനക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിനക്കുള്ള വരം ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തായി ആ ക്ഷേത്രക്കുളത്തിൽ നീരാടി മഞ്ഞൾ കൊണ്ട് ശിവപാർവതി രൂപമുണ്ടാക്കി 21 ദിവസം രംഭ പൂജിച്ചു. 22ാമത്തെ ദിവസം പറഞ്ഞതുപോലെ പാർവതി ദേവി പ്രത്യക്ഷയാകുകയും പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാം, നിൻ്റെ സൗന്ദര്യം, ഇന്ദ്രലോകത്തുള്ള നിൻ്റെ പദവി, നിൻ്റെ സന്തോഷം, അങ്ങനെ എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ആരൊക്കെ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെല്ലാം മാപ്പ് പറഞ്ഞ് നിനക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടട്ടെ എന്ന് പാർവതി ദേവി നമ്മുടെ രംഭയെ അനുഗ്രഹിച്ചു. ആ നിമിഷം തന്നെ പാർവതി ദേവി പറഞ്ഞു, ഈ ഒരു രംഭാ തൃതീയ ദിവസം ആരാണോ നിന്നെ ഓർത്തുകൊണ്ട് എന്നെ പൂജിക്കുന്നത് അവരുടെ എല്ലാ മനോകാമനകളും ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു രംഭാ തൃതീയ ഉണ്ടായത്. അതായത് വൈശാഖ മാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന 3ാമത്തെ ദിവസമാണ് നമ്മൾ രംഭാ തൃതീയയായിട്ട് ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം നമ്മൾ എന്തൊരു കാര്യം പ്രാർത്ഥിച്ചാലും അത് പാർവതി ദേവിയിലൂടെ നമുക്ക് സാധിച്ചു കിട്ടും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ രംഭയെ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം അന്നത്തെ ദിവസം പാർവതി ദേവിയെ പ്രാർത്ഥിക്കാൻ. അപ്പം ഈ ഒരു വർഷം 2025 ഏപ്രിൽ 29 വ്യാഴാഴ്ചയാണ് ഇത്തവണ രംഭാ തൃതീയ വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം.
ഈ പ്രാവശ്യം ഗുരുവാരം വ്യാഴാഴ്ചയാണ് വരുന്നത്. ഗുരുവും ചന്ദ്രനും ചേർന്നിരിക്കുന്ന സമയത്താണ് ഇപ്രാവശ്യം രംഭാതൃതീയ വന്നിരിക്കുന്നത്. അതായത് ഗുരു ചന്ദ്ര യോഗം ഒന്നിച്ചു ചേരുന്നൊരു ദിവസം. അതുകൊണ്ട് തന്നെ വളരെയധികം ഓസ്പീഷ്യസ് ആണ്. അതുമാത്രവുമല്ല, അന്നത്തെ ദിവസം ശുക്രഭഗവാൻ വളരെയധികം ബലം വെക്കുന്നൊരു ദിവസവും കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ ശുക്രദീപം കൊളുത്തുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അന്നത്തെ ദിവസം ഒരു കാരണവശാലും മറക്കാതെ നിങ്ങൾ ശുക്രദീപം കൊളുത്തേണ്ടതാണ്. നമ്മുടെ വീട്ടിലോട്ട് ധനവരവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ദിവസം നമ്മൾ ശുക്രദീപം കൊളുത്തുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ശുക്രഭഗവാന് ബലം വളരെയധികം കൂടിയിരിക്കുന്നൊരു ദിവസമായതുകൊണ്ട് തന്നെ ശുക്രദീപം മറക്കാതെ കൊളുത്തണം. ഇനി അത് മാത്രവുമല്ല, അന്നത്തെ ദിവസം വെള്ളിയിലുള്ള എന്തെങ്കിലും ഒരു വസ്തു വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് മിഥുനം രാശിയിൽപ്പെട്ട മകയിരത്തിൻ്റെ പകുതി, തിരുവാതിര, പുണർക്കം ഈ നക്ഷത്രക്കാർ വെള്ളിയിലുള്ള എന്തെങ്കിലും ഒരു വസ്തു അന്നത്തെ ദിവസം വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ തീർച്ചയായും ധനപരമായിട്ടുള്ള ഉയർച്ച, എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നിങ്ങൾക്ക് കൂടുന്നതായിരിക്കും. മറ്റുള്ളവർ ചെയ്യരുതെന്നല്ല, ഈ രാശിയിൽപ്പെട്ടവർക്ക് അത് വളരെയധികം ഭാഗ്യദായകമാണ്. മറ്റുള്ളവർക്കും നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. വെള്ളിയിലുള്ള ഒരു കുഞ്ഞു നാണയം 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വെള്ളി നാണയം കിട്ടും. അതായാലും അന്നത്തെ ദിവസം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ശുക്രദീപം കൊളുത്തി ഈ ഒരു നാണയം വാങ്ങിച്ച് ആ ഒരു ശുക്രദീപത്തിന് അടുത്ത് കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടിൽ കാമാക്ഷി വിളക്കുള്ളവർ അന്നത്തെ ദിവസം ആ വിളക്കിനെ അലങ്കരിച്ച് നെയ്യൊഴിച്ച് ദീപം കൊളുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി കാമാക്ഷി വിളക്കില്ലാത്തവർ ശിവപാർവതി ഫോട്ടോ അതിന് മുൻപിൽ, ഇനിയിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ദേവീഭാവം ഏതാണോ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നെയ്യൊഴിച്ച്, മൺവിളക്കായാലും മതിയാവും, ദീപം കൊളുത്തിയതിന് ശേഷം അതിന് മുൻപിലിരുന്ന് ഓം കാമാക്ഷി ദേവിയെ നമ, അല്ലെങ്കിൽ ഓം ഉമായേ നമ, ഓം പാർവതിയെ നമ, അങ്ങനെ ഇതിൽ മൂന്നിൽ എന്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു മന്ത്രം 108 തവണ ചൊല്ലിയതിന് ശേഷം രംഭയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പാർവതി ദേവിയോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ദേവി നിങ്ങളുടെ ഒരു ആഗ്രഹം അതെന്തായാലും നിങ്ങൾക്ക് സാധിച്ചു തരുന്നതായിരിക്കും. അതുമാത്രവുമല്ല, അന്നത്തെ ദിവസം വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി കുബേര പൂജ വീട്ടിൽ ചെയ്യുന്നതും വളരെയധികം ഐശ്വര്യം നമുക്ക് തരുന്നതായിരിക്കും. കുബേര പൂജ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ അത് ചെയ്യാൻ സമയമില്ലാത്തവർ, നിങ്ങളുടെ വീട്ടിൽ കുബേര വിളക്കുണ്ടെങ്കിൽ ആ വിളക്ക് ഒരു ബ്രാസിൻ്റെ ഒരു പ്ലേറ്റ് എടുത്ത്, ഇനിയിപ്പോൾ ബ്രാസിൻ്റെ പ്ലേറ്റ് ഇല്ലെങ്കിൽ ഒരു വാഴയില എടുത്തതിൽ പച്ചരി നിരത്തി ആ ഒരു കുബേര വിളക്ക് നെയ്യൊഴിച്ച് വടക്കോട്ട് വേണം അതിൻ്റെ ജ്വാല വരത്തക്ക വിധം. പച്ച കളർ തിരിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വെള്ള കളർ മതിയാവും. അത് കത്തിച്ചതിന് ശേഷം അതിന് മുമ്പിലിരുന്നു കൊണ്ട് ഓം ലക്ഷ്മി കുബേരായ നമ എന്നുള്ള മന്ത്രം 108 തവണ ചൊല്ലാം. അർച്ചന ചൊല്ലിക്കൊണ്ട് ആ ഒരു മന്ത്രം ചൊല്ലാൻ പറ്റിയാൽ അത് നല്ലതാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മന്ത്രം മാത്രമായിട്ടും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇതും നമ്മുടെ വീട്ടിലോട്ട് അന്നത്തെ ദിവസം ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ രംഭയെ മനസ്സിൽ ഓർത്തിട്ട് വേണം നമ്മൾ ഈ വക പൂജകളൊക്കെ ചെയ്യാൻ. അന്നത്തെ ദിവസം ശുക്രഭഗവാനായിട്ടുള്ള ആ ഒരു പൂജ, അതായത് ശുക്രദീപം കൊളുത്താൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം നമുക്ക് വരാനായിട്ടത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു പൂജ ചെയ്യുമ്പോഴും പച്ചരിയും കൂടെ ആ ഒരു ചെയ്യുന്ന പൂജയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോൾ കാമാക്ഷി ദേവിക്ക് ദീപം തെളിയിക്കുമ്പോഴും അതുപോലെ തന്നെ കുബേര ഭഗവാന് ദീപം തെളിയിക്കുമ്പോഴുമൊക്കെ പച്ചരി ഇട്ടിട്ട് അതിന് മുകളിൽ വിളക്ക് വെച്ച് കത്തിച്ചാൽ ഉത്തമമാണ്. കാരണം പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ഒരു ധാന്യമായതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് വ്യാഴാഴ്ച ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വളരെയധികം ഐശ്വര്യം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ ഒരു രംഭാതൃതീയ, അക്ഷയ തൃതീയ പോലെ തന്നെ വളരെയധികം ഫലങ്ങൾ നമുക്ക് തരുന്ന ഒരു ദിവസമാണ്. അതാരും മറക്കുകയും ചെയ്യരുത്. കഴിവതും അന്നത്തെ ദിവസം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം തീർച്ചയായിട്ടും വീട്ടിലോട്ട് വരുന്നതായിരിക്കും. ഇതിനി രാവിലെയാണോ വൈകിട്ടാണോ ചെയ്യേണ്ടതെന്നൊരു സംശയമുണ്ടെങ്കിൽ തൃതീയ തിഥി അന്നത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച മുഴുവനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു സമയത്താണോ ഇത് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മതിയാവും. രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്. മിക്കവരും ചിലപ്പം രാവിലെ വെളിയിലൊക്കെ പോയി
വെള്ളിയുടെ ആഭരണമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് വൈകിട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ സമയം അനുസരിച്ച് അന്നത്തെ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുത്ത് ചെയ്താൽ മതി. എല്ലാ പൂജകൾക്കും ഉള്ളതുപോലെ നോൺ വെജ് കഴിച്ചിട്ട് ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത്. ശുക്രഭഗവാന്റെ കടാക്ഷം, ഗുരു ശുക്ര ചന്ദ്ര അനുഗ്രഹമാണ് നമ്മൾ ഈ ഒരു പൂജ വഴി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കാതെ ഈ പൂജ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. അതിൽ തെറ്റുകളൊന്നുമില്ല. പിന്നെ വീഡിയോയുടെ ബാക്കിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അത് മഴയുടെ സൗണ്ടാണ്. അത് എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. അപ്പം എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.